മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാത്താന്യ ഭരണത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. 21 ആക്ഷൻ, അന്തിക്രിസ്തു 21 ആക്ഷൻ നടത്തിയതും ഒക്കെ ആയിട്ട് ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു, ഇനി അന്തിക്രിസ്തുവിനെ കുറിച്ച് ആരാണ് അന്തിക്രിസ്തു, എവിടെ നിന്നാണ് വരുന്നത്, അന്തിക്രിസ്തുവിൻ്റെ ചില ക്യാരക്ടേഴ്സ്, അതൊക്കെ ശരിക്കും അത് പിശാചാണല്ലോ, എൻ്റെ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള 2 അധ്യായത്തിൽ നിന്നുള്ള ചുരുക്കമായിട്ട് ചില ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ ഇനിയുള്ള എപ്പിസോഡുകൾ ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12, 13 അധ്യായത്തിലാണ് അന്തിക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്, എന്നാലും ഈ പറയുന്ന റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 12, 13 അധ്യായങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിനകത്തും തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനത്തിനകത്തും ഈ ആൻറ്റി ക്രൈസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട അന്ത്യകാലങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ തുടങ്ങുന്ന 12-ാം അധ്യായത്തിലെ ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം ഉണ്ടായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുവാൻ തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ് പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ട ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമല്ല. ഭൂലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോട് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടതായി, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. ഇവിടെ സ്വർഗത്തിലെ ഒരു സൈൻ പോസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. സ്വർഗത്തിൽ വലിയൊരു അടയാളം. ഞാൻ അങ്ങനെ നമ്മളിപ്പം പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ യുദ്ധത്തെക്കുറിച്ചാണ്. അവിടെ അടയാളത്തിൽ നിന്ന് തുടങ്ങുകയാണ്. സ്വർഗത്തിലൊരു അടയാളം. ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ഒരു ഫിഗർ ഓഫ് സ്പീച്ച്, സ്വർഗത്തിലെ വലിയ അടയാളം. പല രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് അങ്ങനെ പോകുന്നില്ല. ചിലർ കന്യമറിയാമെന്ന് പറയുന്നു, ചിലർ സഭയെന്ന് പറയുന്നു, ചിലർ ഇസ്രായേൽ എന്ന് പറയുന്നു. എന്തായാലും ഇതൊരു കന്യയെക്കുറിച്ചല്ല പറയുന്നത്, ഇതൊരു സ്ത്രീയെക്കുറിച്ചാണ് എന്ന് പ്രത്യേകം ഓർക്കുക. സ്ത്രീയാണ് എന്ന് പറയുന്നു. സ്ത്രീ 6-ാം വാക്യത്തിലെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നു. അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. സ്ത്രീയാണ് ഓടിപ്പോയത്. കുഞ്ഞിൻ്റെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോഴിത് ഒരു കാര്യം ഉറപ്പാണ്, ഇത് കന്യമറിയാമൊന്നുമല്ല, അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് സഭയൊന്നുമല്ല. സഭ ഒരിക്കലും ആൺകുട്ടിയെ പ്രസവിക്കത്തില്ലല്ലോ, സഭയൊന്നുമല്ല. പിന്നെ സഭയാണെങ്കിൽ റെവലേഷൻസ് 19 വെളിപ്പാട് പുസ്തകം 19 ഒരു കല്യാണമൊന്നും നടക്കത്തില്ലല്ലോ, അതൊക്കെ നമുക്കറിയാം. അപ്പോഴിതെന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ഇസ്രായേൽ രാഷ്ട്രമാണ്. സ്ത്രീയായിട്ട് ഇസ്രായേലിനെ കാണിച്ചിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് റെഫർ ചെയ്തപ്പം പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. യെശയ്യാവ് 54 ഹോശയ 4:9, 10 വാക്യങ്ങളിലെല്ലാം ഇസ്രായേലിനെക്കുറിച്ച് സ്ത്രീ ഇസ്രായേലാണെന്ന് പറയുന്ന ഭാഗങ്ങൾ പലയിടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ആദ്യം നമ്മൾ കണ്ടു, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും കിരീടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് യോസെഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ്.
ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസഫ് സ്വപ്നം കണ്ടു, കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിതാവ് മാതാവും ഒക്കെ എന്നെ വർഷിപ്പ് ചെയ്യുന്നു എന്നുള്ള സ്വപ്നമൊക്കെ കണ്ട ഇസ്രായേൽ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ചിന്തിക്കാം. അന്നേരം അവളെ ജന്മം കൊടുത്ത കുഞ്ഞ് ഇസ്രായേൽ രാഷ്ട്രത്തെ മുഴുവൻ ഭരിക്കും എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് അവൾ ഇസ്രായേൽ രാഷ്ട്രം ജന്മം കൊടുത്താണ്, യേശുവിന് ജന്മം കൊടുത്താണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. റോമർ 9:5 ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അന്നേരം ഒരു മനുഷ്യൻ എന്നൊരു അടയാളമായിട്ട് ഇസ്രായേൽ രാഷ്ട്രം ആയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ഉദ്ദേശിച്ചത് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ സ്വർഗത്തിൽ പിന്നെ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായിട്ട് മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാണ്. മൂന്നാം വാക്യത്തിൽ റെഡ് ഡ്രാഗണെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. 3-ാം വാക്യത്തിൽ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള തീ നിറമുള്ളൊരു മഹാസർപ്പം. ഈ തീ നിറം എന്നൊക്കെ പറയുന്നത്, രക്തക്കളർ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ്, ആദ്യം മുതൽ അവൻ കൊലപാതകനാണ് പിശാച്. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ കളറിലൊക്കെ അത് വർണ്ണിച്ചിരിക്കുകയാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ 9-ാം വാക്യത്തിൽ. അപ്പോൾ അവന് മഹാസർപ്പവും പഴയ പാമ്പും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അവന് 7 തല 10 കൊമ്പ് 7 രാജമുടി ഉള്ള ഒരു മഹാസർപ്പം. നമുക്ക് നേരത്തെ പിശാചിനെ കുറിച്ച് ചില സൂചനകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ അവൻ ജ്ഞാനസമ്പൂർണരായിരുന്നു, സൗന്ദര്യസമ്പൂർണരായിരുന്നു. അവനെയാണ് ദൈവം തള്ളിക്കളഞ്ഞത്. കാരണം അവൻ നിഗളിച്ചു, ദൈവത്തോട് ഈക്വലൈസ് ചെയ്യുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അവനെയാണ് തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ പ്രകാശം മാറി അവൻ അന്ധകാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ശക്തിയൊന്നും കുറഞ്ഞിട്ടില്ല. അവനെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അവൻ്റെ ശക്തിയൊന്നും കുറഞ്ഞിട്ടില്ല. അവനെ തള്ളിക്കളഞ്ഞു. കാരണം ദൈവത്തിനോട് ഈക്വൽ ആവാനായിട്ട് കെരൂബുകളുടെ മേലെ അധിവസിക്കുന്ന എന്താണ്, കൊയർ ടീമിലെ മെമ്പറായിരുന്നു. പാടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ടീമിലെ മെമ്പറായിരുന്നു. പ്രത്യേകിച്ച് ഇതൊക്കെ വലിയ ദൂതുകൾ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴേ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പിശാച് വന്ന് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആദാമിനും ഹവ്വായ്ക്കും അത് സംഭവിച്ചു. ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആൾ വീണു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ പറയുന്നത്, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഡ്രിഫ്റ്റ് അവേ ഫ്രം ഫെയ്ത്ത്, നൗക വഞ്ചി വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതിരിപ്പാൻ. ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഇതെല്ലാം നമുക്ക് മുമ്പിൽ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. പിശാചിൻ്റെ അവസ്ഥയും ലൂസിഫറിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. അവൻ കെരൂബായിരുന്നു. അവൻ്റെ ചിറകുകളിലൊക്കെ മുത്തുകൾ വെച്ചുണ്ടാക്കിയിരിക്കും. സൗന്ദര്യമുള്ളവനായിരുന്നു. അവൻ ജ്ഞാനസമ്പൂർണരായിരുന്നു, സൗന്ദര്യസമ്പൂർണരായിരുന്നു. അവനെയാണ് ദൈവത്തോട് ചേർന്ന്, അല്ലെങ്കിൽ ദൈവത്തോട് സമനാകുവാൻ ഞാൻ അത്യുന്നതനാകും എന്ന് പറഞ്ഞ് നിഗളിച്ചപ്പോഴേ അവിടെ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് പിശാചൊരു നിസ്സാരക്കാരനല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതൊന്നും സാരമില്ല, നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കും. ശരിയാണ്, രക്തത്താൽ വീണ്ടെടുത്തൊക്കെയാണ്, ഉറപ്പാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മൾ രക്തത്താൽ ജയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്, എല്ലാം ശരിയാണ്. നമ്മളുടെ മേലെഴുതിയ കൈയെഴുത്ത് അവൻ്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞതാണ്, ഒക്കെ ശരിയാണ്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവൻ നിസ്സാരക്കാരനല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവ് ജഡത്തിലാണ് വസിക്കുന്നത്. ജഡീയമായിട്ടുള്ള
ശരീരത്തിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ആത്മാവും എൻ്റെ ആത്മാവും ഒക്കെ ഈ ജഡത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും പിശാചിന് വന്ന് തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും എന്ന് മറന്നു പോരുത്. ഇവിടെ 7 തല, 10 കൊമ്പ്, 7 രാജമുടി. 7 രാജമുടി എന്ന് പറഞ്ഞാൽ 7 അധികാരത്തെ കാണിക്കുകയാണ്. 7 തല ജ്ഞാനത്തെ കാണിക്കുകയാണ്. ഈ കൊമ്പ് പണ്ടൊക്കെ രാജാക്കന്മാരുടെ കിരീടത്തിൽ കൊമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ഒരു പിശാച്. 1 യോഹന്നാൻ 15:19 സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് 4-ാം വാക്യത്തിലെ അവൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇത് എന്താണ് എന്നൊക്കെ ചിന്തിക്കുക. അവൻ്റെ വാൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 1/3 കൂട്ടം ദൂതന്മാരെയും കൂടി അവൻ സാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവനെ പ്രലോഭിപ്പിച്ചു, അവൻ പിടിച്ചെടുത്തു. വെളിച്ച ദൂതനാണ്, ജ്ഞാനസമ്പൂർണനാണ്, അവൻ പിടിച്ചെടുത്തു എന്ന് കാണാം. നക്ഷത്രങ്ങൾ എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് യോബ് 38:6 പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ എന്നൊരു വാക്ക്. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വേർഡ് അവിടെ ദൂതന്മാർക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. വെളിച്ച ദൂതന്മാർ 1/3 എന്ന് വെച്ചാൽ മൊത്തം ഉള്ളതിൻ്റെ 33% 1/3 തെറ്റിച്ചു എന്ന് ചിന്തിക്കണം. അതുപോലെ ഇതിൻ്റെ ഇവിടെ അവൻ്റെ വാലെന്ന് പറയുന്നത് 12:4 അവൻ്റെ വാലെന്ന് പറയുന്നുണ്ട്. അതിന് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലെ അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ എന്ന് പറയുന്നുണ്ട്. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ, ഫാൾസ് പ്രൊഫറ്റ്. ഇന്നും നമ്മൾ നോക്കി കള്ളപ്രവാചകന്മാർ മനുഷ്യനെ വലിച്ചു കൂട്ടുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നത് അവൻ ഫോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. അവൻ ഫോഷ്ക്ക് ആരംഭിച്ചത് ഇവിടെ അല്ല, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഫോഷ്ക്ക് ആരംഭിച്ചു. അതിനു മുമ്പ് ദൂതന്മാരെ വഞ്ചിച്ചു. അതല്ല 1/3 ദൂതന്മാരെ വലിച്ച് കൂട്ടിയത്. അവനെ ഈ നേഷനെ, ലോകത്തെ മുഴുവൻ ചതിക്കുന്നവനെ. അതുകൊണ്ടാണ് റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 20:3 കർത്താവിനെ പൂട്ടിയിടുന്നതായിട്ട് കാണുന്നു. സോ ഇവൻ്റെ വഞ്ചനയാണ് ഇന്ന് ലോകത്തിലെ ആളുകളെയൊക്കെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകുന്നത്. ഈ ലോകത്തിൽ കാണുന്ന ഇസങ്ങളെല്ലാം ഇന്നുണ്ടായത് അവൻ്റെ വഞ്ചനയിൽ നിന്നുണ്ടാണ്. ആ സമയത്താണ് അവനെ 1000 വർഷത്തേക്ക് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് പൂട്ടിയിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആദ്യം തന്നെ ഇവനെ നമ്മൾ പറയാം ആദാമിൻ്റെ സമയത്ത് തന്നെ അവൻ പ്രവർത്തിച്ചു. അന്നേരം ദൈവം അവനെ ശപിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 സർപ്പത്തിൻ്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞു. അവിടം തൊട്ടവൻ സകല പണികളും അന്നു തൊട്ട് ആരംഭിച്ചാണ്. യേശു ജനിക്കാതിരിക്കാൻ നോക്കി. അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ ഗർഭം അടച്ചു, റിബേക്കയുടെ ഗർഭം അടച്ചു. ഇസാക്ക് പ്രാർത്ഥിച്ചു. ഈവൻ ഹേരോദാവിൻ്റെ സമയത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൺകുട്ടിയെ കൊന്നുകളവാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട്. യേശു ക്രിസ്തു വരാതിരിക്കാൻ വേണ്ടി അവൻ പല ശ്രമങ്ങളും നടത്തി, ഈവൻ ഗത്സമനയിൽ വെച്ച് തന്നെ. എന്നാൽ യേശു ക്രൂശിൽ വെച്ച് വിജയാളിതനായി എന്ന് കാണും. 7-ാം വാക്യത്തിൽ പിന്നെയും സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന് പറഞ്ഞ് വീണ്ടും ആരംഭിക്കുകയാണ്. അതിൽ 10-ാം വാക്യം വരുമ്പോഴേ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. സ്വർഗത്തിൽ പിശാചിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവൻ്റെ ആധിപത്യം എന്ന് പറയാൻ പറ്റത്തില്ല, അവന് അവിടെ ചെല്ലാനുള്ള റൈറ്റ് അത് ഇല്ലാതെയായി തീർന്നു എന്ന് യുദ്ധത്തോടുകൂടി കാണുന്നു. കാരണം സ്വർഗത്തിലെ പിശാചിന് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പിശാചിന് ആധിപത്യം നടത്തിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവന് നേരത്തെ പറഞ്ഞു ജ്ഞാനസമ്പൂർണനാണ്. അവന് ദൈവത്തിൻ്റെ ആരാധനയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്നാണ് വീണുപോയത്. അതുകൊണ്ട് സ്വർഗത്തിലെ പിശാച് ഇപ്പോഴും കയറി ചെല്ലുന്നത് നമ്മൾ മറന്നു പോരുത്. യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, കൂടെ യോബിന്
ആക്ഷൻ അല്ല ഇയ്യോബിൻ്റെ കഷ്ടത വരുത്താനായിട്ട് അവൻ സ്വർഗത്തിൽ ചെന്നതായിട്ട് കാണുന്നു. ഓരോ വിശ്വാസിയും പാപം ചെയ്യുമ്പോൾ അവൻ സ്വർഗത്തിൽ കയറി ചെല്ലും. സ്വർഗത്തിൽ അവന് പ്രവേശനമുണ്ട്. ദൈവം സൃഷ്ടിച്ചപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ വിധാനത്തെ സൃഷ്ടിച്ചു. ആകാശം സൃഷ്ടിച്ചത് നല്ലതെന്ന് പറഞ്ഞില്ല. എന്നിട്ട് എല്ലാ ദിവസവും ദൈവം ഓരോന്ന് സൃഷ്ടിച്ച് എല്ലാം നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് 2-ാം ദിവസം നല്ലതെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? ആകാശമണ്ഡലം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ആകാശമണ്ഡലത്തിൽ പൈശാചിക ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആകാശമണ്ഡലങ്ങളിൽ ഈ പൈശാചിക ശക്തി ഉണ്ട്. ന്യായാധിപന്മാർ 5:20 പറയുന്ന ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതുന്നു. നല്ലൊരു വാക്യമാണ്. 5:20 ജഡ്ജസ്, ന്യായാധിപന്മാർ 5:20 ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതുന്നു. ദൂതന്മാരുടെ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നു. ദാനിയേൽ 10:13 പറയുന്നു, ദൂതന്മാരുടെ പോരാട്ടം ദുഷ്ട സൈന്യവുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഇത് പണ്ടേ ഉള്ളതാണ്. യോശുവയുടെ യുദ്ധത്തിലെ കൈ ഉയർന്നിരിക്കുമ്പോൾ ജയിക്കുന്നതായി കണ്ടു. മോശ പ്രാർത്ഥിക്കുമ്പോൾ വിജയം വരുന്നു. വലിയൊരു പോരാട്ടമാണ്. യോശുവ യുദ്ധം ചെയ്ത സമയത്ത് അത് പിടിച്ചു നിർത്തി, സൂര്യനെ അവിടെ നിർത്തി. ഇന്നും ക്രിസ്തീയ പ്രവർത്തനം ഒരു ആത്മീയ പോരാട്ടമാണ്. ദൈവകൃപയില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്ന് നമ്മൾ മറന്നു പോരുത്. ഈ യുദ്ധം, അന്ന് കണ്ടിന്യൂ ചെയ്ത യുദ്ധം ഇപ്പോഴും ഈ ഭൂമിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. സ്വർഗത്തിലും അത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അതിനൊരു അന്ത്യമുണ്ടായിട്ട് അതിൽ മഹാശബ്ദം പറയുകയാണ്, ഇപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും എൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങി. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങുന്നത്. അതുവരെയും ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും സ്വർഗത്തിൽ യുദ്ധമുണ്ട്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഈ പിശാച് സ്വർഗത്തിൽ ചെല്ലുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ള പൈശാചികൻ്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിൽ ധാരാളമായിട്ടുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ സമയം ഇന്ന് അവസാനിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും ഈ സ്വർഗത്തിലെ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷമേ ആൻറ്റി ക്രൈസ്റ്റിലോട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അടുത്ത അധ്യായങ്ങളിലാണ് അത് കൂടുതലായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിച്ച ഇതാണ്, പ്രത്യേകിച്ചും ഈ പൈശാചിക പ്രവർത്തനങ്ങൾ ലോകത്തിലുള്ളപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ലൂസിഫർ ദൈവത്തിൻ്റെ അടുത്ത കെരൂബായിട്ടും അവനെ തള്ളിക്കളഞ്ഞു. പഴയ നിയമത്തിൽ അനേകം ഇൻസിഡൻ്റ് ഉണ്ട് തള്ളിക്കളഞ്ഞ്. പുതിയ നിയമത്തിൽ വന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ എനിക്ക് ലൈസൻസായി സ്വർഗത്തിലേക്ക് പോകാനുള്ള ലൈസൻസായി ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത് അങ്ങനെ അല്ല, അത് ദിസ് എ പ്രോസസ്. സാൽവേഷൻ ഈസ് നോട്ട് ഓൺലി ആൻ ഈവൻറ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ്. ഞാൻ നേരത്തെ ഒരു 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടത്തില്ലയോ എന്നുള്ള എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഈവൻറ്റ് മാത്രമല്ല, ഒരു പ്രോസസ്സും കൂടിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയിലേക്ക് വരണം. നമ്മൾ ദിവസവും നമ്മുടെ ജീവിതങ്ങളെ ഈ പൈശാചിക ശക്തിക്ക് വിട്ടുകൊടുക്കാതെ ആ പോരാട്ടത്തിൽ ജയിച്ച് ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് നിങ്ങൾക്കൊരു വലിയ ഒരു വിടുതലിൻ്റെ ഒരു അനുഭവമാണ്. ജീവിതത്തിലെ വലിയ അഭ്യർത്ഥിയുടെ ഒരു അനുഭവമായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് തീർച്ചയായും ഞങ്ങളുടെ ജീവിതങ്ങൾ വലിയൊരു രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ദൈവസഭയോടും ഞങ്ങളോടുമൊക്കെ പോരാടുന്ന ഈ പൈശാചിക ശക്തികൾ ഇന്നുള്ളപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ സീൽ ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ വിജയം ഡിക്ലെയർ ചെയ്യുകയും കർത്താവെ വിജയം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് കർത്താവെ, ജീവിതത്തിലെ ഡിസിപ്ലിൻ ഇല്ലാതെ വിശുദ്ധി ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയോടുകൂടി പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ദൈവകൃപ കൂടുതലായിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാൻക്രിയാസിനകത്ത് പ്രയാസങ്ങളുള്ള ചില വ്യക്തികളെ ഇന്ന് വിടുതൽ ദൈവം കൊടുക്കുന്നതായിട്ട് ദൈവം പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ
നാമത്തിലെ കർത്താവെ അവർക്കൊരു വിടുതൽ വരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയൊരു വിടുതലയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ള എല്ലാ പ്രയാസങ്ങൾ അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൈയുടെ വേദനയായിട്ടിരിക്കുന്ന, കൈ പൊക്കാൻ വയ്യാതെ വേദനയായിട്ടിരിക്കുന്ന ചില സഹോദരിമാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായും ദൈവം വലിയൊരു റിലീസ് നിങ്ങൾക്ക് തരും. ഫ്രോസൺ ഷോൾഡറാണോ എന്താണെന്ന് അറിയത്തില്ല. അനേകം ദിവസങ്ങളായിട്ട് കൈ അനക്കാൻ വയ്യാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രിയിലെ ദൈവം വലിയൊരു വിടുതൽ കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ വിഷമതയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ കാണുന്നുണ്ടല്ലോ. ചില ആവശ്യങ്ങളെ വിഷമതയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ കാര്യമാണോ, മാരേജ് കാര്യമാണോ ഒന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് വലിയ ബർഡനായിട്ട് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയൊരു റിലീസ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതിനെ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.